ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഷോപ്പിലേക്കുള്ള പർച്ചേസിങ് വീഡിയോ കണ്ടാലോ. ഞങ്ങൾ കൂടുതലും സാധനം എടുക്കൽ കോഴിക്കോട് നിന്നാണ്. തിരൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് ട്രെയിനിലൊരു 3/4 മണിക്കൂർ യാത്ര ഉണ്ടാവും. ടൈമിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര പഞ്ച്വാലിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് അനങ്ങി പോകുന്ന ട്രെയിനിലായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടത്. അടുത്ത ട്രെയിനിൽ പോകാനുള്ള രണ്ടുപേരുടെ ഉറച്ച തീരുമാനത്തിൽ ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു. അല്ലാതെ വേറെ വഴിയൊന്നും മുമ്പിലില്ല. ഏകദേശം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ട്രെയിൻ വന്നു. ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അടുത്തടുത്തൊന്നും സീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ കയറിയ പാടെ എനിക്ക് സീറ്റ് കിട്ടി. പ്രഗ്നൻ്റ് ആയതിൻ്റെ ഒരു കൺസിഡറേഷൻ. കോഴിക്കോട് ഇറങ്ങി നമുക്കിനി കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് അടുത്തേക്കാണ് പോകേണ്ടത് കേട്ടോ. അവിടെയാണ് സെഞ്ചുറി മാള്. എസ്കലേറ്ററിന് അടുത്തേക്ക് ചെല്ലുന്ന വരെ ഒരു ധൈര്യം വേണം. പക്ഷേ അതിന് കയറാൻ നേരത്തെ എവിടുന്നോ ഒരു പേടിയായിരുന്നു. അങ്ങനെ ഒരു വിധം ചാടി പിടിച്ച് കയറി. ഇനി നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലേക്കാണ് കേട്ടോ ആദ്യം പോയത്. അവിടെ ചെന്നപ്പോൾ ഒരു കുതിര എടുക്കാനുള്ള ആളോട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ബസ്സിൽ തന്നെ കയറി. ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഏട്ടന് സീറ്റ് കിട്ടില്ലായിരുന്നു ഇരിക്കാനായിട്ട്. എനിക്ക് കിട്ടി. ബസ് ഇറങ്ങിയ പാടെ ഏട്ടൻ പറഞ്ഞ് ചായ കുടിച്ചിട്ട് പോകാൻ. ഏട്ടൻ ചായ ഇടയും കഴിച്ച് ഞാൻ ലൈമും പപ്സും കഴിച്ച്. അത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫസ്റ്റ് ഷോപ്പിലേക്ക് കയറി. സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് പാഴ്സൽ ചെയ്ത് തരും കേട്ടോ. രാവിലത്തെ വണ്ടിയിൽ തിരൂർക്ക് വിടും. രാവിലെ നമ്മൾ തിരൂർ പോയി എടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഏട്ടൻ ഒറ്റയ്ക്കാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ വേഗം ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഏട്ടനെ പോയി സഹായിച്ച്. സാധനം അവരോട് തന്നെ പാഴ്സൽ ചെയ്ത് തീർക്ക് വിടാൻ പറഞ്ഞിട്ട് കയ്യിൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളും കയ്യിലെടുത്ത് ഞങ്ങൾ നേരെ സെഞ്ചുറി മാളിൻ്റെ ഉള്ളിലേക്ക് നടന്നിട്ടോ. ഇതാണ് സെഞ്ചുറി മാൾ. ഇതിനകത്ത് നിറയെ ഹോൾസെയിലിൻ്റെ ഷോപ്പ് മാത്രമേ ഉള്ളൂ. ലേഡീസ് വെയറും കിഡ്സ് വെയറും ജെൻസ് വെയറും ഡെമീസിൻ്റെ ഷോപ്പും ഹാങ്ങേഴ്സിൻ്റെ ഷോപ്പും ഒക്കെ ഇതിനുള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അടുത്തതായി റണ്ണിങ് മെറ്റീരിയൽ മാത്രം കിട്ടുന്ന ഷോപ്പിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. അവിടെ കയറുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ഇത്തിരി ആക്രാന്തം എനിക്ക് കൂടും. സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ കാണുമ്പോൾ ഒക്കെ എടുക്കാൻ തോന്നും. സാമ്പത്തികം ആലോചിക്കുമ്പോൾ ആ തോന്നലൊക്കെ ഞാനങ്ങ് വിഴുങ്ങിക്കളയും. ഏകദേശം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഉച്ചയൂണിൻ്റെ സമയമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമേ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നുള്ളൂ. ഫുഡൊക്കെ കഴിച്ച് കയ്യിലെടുക്കാൻ പറ്റുന്നത്ര സാധനങ്ങൾ ഞങ്ങൾ കയ്യിലെടുത്ത് ബാക്കി പാഴ്സൽ ചെയ്തിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.